ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്നാണ് കേരളം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി ഒരു ഗവൺമെൻറ് ഓർഡർ 4/2/26 ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എല്ലാം നടപ്പാക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും അതുപോലെ ഓഫീസർ ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ഓഫ് സെൻസസും ആണ്. അവരാണ് അതിന് അധികാരപ്പെട്ടവർ. അപ്പോൾ കേരളം അത് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഇതിന് വേണ്ട ഉദ്യോഗസ്ഥരെ നൽകേണ്ടത് കേരളമാണ്. അതായത് ഈ രജിസ്റ്റർ ഉണ്ടാക്കുവാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകില്ല എന്നാണോ കേരളം ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇതിനു മുമ്പ് CAA നടപ്പാക്കുന്ന സമയം അതുമൂലം ഇന്ത്യയിലുള്ള മുസ്ലിംസിനെ മുഴുവൻ പുറത്താക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞ് വളരെയധികം തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിട്ടവരാണ് കോൺഗ്രസും CPM-ഉം അവരുടെ നേതൃത്വത്തിലുള്ള UDF-ഉം LDF-ഉം എല്ലാം. എന്നിട്ട് 2019 നടപ്പിലായ CAA അനുസരിച്ച് ഒരു മുസ്ലിം പൗരനെ പോലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഇതുപോലെ വ്യാജമായ കാര്യങ്ങളുണ്ടാക്കി ദേശീയ നയങ്ങളെ എതിർക്കുകയാണ് ഈ രണ്ട് വിഭാഗങ്ങളുടെയും ലക്ഷ്യം. NRC ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, അത് ആസാമിലാണ്. ആസാമിൽ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CAA നടപ്പാക്കും എന്ന് പറഞ്ഞപ്പോൾ പറ്റിയ അബദ്ധം, അതായത് എല്ലാവരെയും പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ഒരാളെപ്പോലും പുറത്താക്കിയില്ല, ഒരാൾക്കും ഒന്നും സംഭവിച്ചില്ല എന്ന് ജനങ്ങൾക്ക് അറിയാം. എന്നിട്ടും ഇപ്പോൾ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഒരു കാര്യത്തിൽ അത് നടപ്പാക്കില്ല എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം? ഒന്ന്, ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ 251, 254, 256 അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ സംസ്ഥാനങ്ങളിൽ അത് ബാധകമാണ്. അത് നടപ്പാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും സംസ്ഥാനങ്ങൾക്കുണ്ട്. അങ്ങനെ നടപ്പാക്കാതെ വന്നാൽ ആർട്ടിക്കിൾ 386 പ്രകാരം, ഭരണഘടനാ പ്രകാരമുള്ള ഒരു കാര്യം ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല എന്ന് വന്നാൽ ആർട്ടിക്കിൾ 356 പ്രകാരം അവിടുത്തെ ഭരണം ഏറ്റെടുക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, അങ്ങനെ ഒരു പരിസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. കാരണം ജനങ്ങളിൽ നിന്ന് അത്ര നല്ല സ്വീകരണമാണ് അവർക്കെല്ലാം ഇപ്പോൾ അവരുടെ ജാഥകൾക്കെല്ലാം ലഭിക്കുന്നത്. ഒഴിഞ്ഞ കസേരകളോടാണ് പ്രസംഗം മുഴുവൻ. അപ്പോൾ ഒരു വീരചരമം പ്രാപിച്ച് ജനങ്ങളിൽ നിന്ന് ഒരു സിമ്പതി പിടിച്ചു പറ്റുവാനുള്ള ശ്രമമായിരിക്കാം. ഇനിയും 3 മാസം 2 മാസം മാത്രം അല്ലെങ്കിൽ 1.5 മാസം മാത്രം ആയുസ്സുള്ള ഈ ഗവൺമെൻറ്റിനെ ആരെങ്കിലും പിരിച്ചുവിടുമോ? അതുമാത്രമല്ല, ഈ ഇറക്കിയിരിക്കുന്ന ഗവൺമെൻറ് ഓർഡർ നടപ്പായില്ലെങ്കിൽ ആദ്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ അതിന് തീർച്ചയായിട്ടും മറ്റ് പലരും, കേന്ദ്ര ഗവൺമെൻറ് തന്നെ പോകണമെന്നില്ല, കേസുകൾ വരും, നടപ്പാക്കേണ്ടി വരും. നടപ്പാക്കില്ല എന്ന് പറയുന്ന ജിയോ വെറും അർത്ഥശൂന്യമാണ്. ചിലരെ വെറുതെ ആശങ്കയ്ക്ക് ഇടയാക്കി അവരുടെ വോട്ട് പിടിക്കാനുള്ള ശ്രമം മാത്രമായിട്ടാണ് നമ്മൾക്കിതിനെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് NPR-ഉം അതുപോലെ CAA നടപ്പാക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളുമെല്ലാം അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്, കേന്ദ്ര വിഷയങ്ങളാണ്. നമ്മുടെ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിലെ 1ാമത്തെ ലിസ്റ്റിൽപ്പെട്ട കേന്ദ്ര വിഷയങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം അവരാണ് നടപ്പാക്കേണ്ടത്. അവരാണ് നടപ്പാക്കില്ല എന്ന് പറയാൻ അധികാരമുള്ളവരും. അല്ലാതെ കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര സബ്ജക്റ്റ് നടപ്പാക്കില്ല എന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. അത് അർത്ഥശൂന്യവുമാണ്. അത്ര ധൈര്യമുള്ളവർ അത് നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി നോക്കൂ. അപ്പോൾ എന്താണ് ഉണ്ടാകുക എന്നറിയാം. ഇത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അതിൻ്റെ റൂൾസ് 2003 ഇതനുസരിച്ച് ഇതിൻ്റെ അധികാരം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ചാണ് ഇത് നടപ്പാക്കുന്നതും. അപ്പോൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് കേരളത്തിലെ ഏത് ഗവൺമെൻറ് ഇരുന്നാലും ആ ഗവൺമെൻറ് അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും. ഉദ്യോഗസ്ഥരെ കൊടുക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാക്കി ജനങ്ങളിൽ ഒരു
ആശങ്കയുണ്ടാക്കി. ആ ആശങ്കയിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ പറ്റുമോ എന്നുകൂടി ഒരു വളരെ വൃത്തികെട്ട ശ്രമമാണ് ഒരിക്കലും ഒരു അധികാരവുമില്ലാത്ത ഇത്തരം ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കുന്നതിന്. ഏതായാലും 4/2/26 ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവ് ആ പേപ്പറിൻ്റെ പോലും വിലയില്ലാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.